നമ്മുടെ സല്ലാപത്തിന്റെ ഒരു സ്പെഷ്യൽ വിഷു ട്രീറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സ്പെഷ്യൽ വിഷു ട്രീറ്റ് സംഗീത സല്ലാപത്തിന് വേണ്ടി സമർപ്പിച്ചത് നമ്മുടെ സിംഗർ ജയശ്രീയാണ്. ജയശ്രീയുടെ വക ഇതെന്ത് കേസരിയാ? ജയശ്രീയുടെ വക സ്പെഷ്യൽ കേസരി. ചിക്കൻ മണക്കും പോലെ മണക്കണ. അല്ല, എന്താണ് ഇവിടെ ഒരു ചിക്കന്റെ മണം? ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് എന്നല്ല പറഞ്ഞത്. 100 രൂപയും കൈനീട്ടുണ്ട്. ഇതെന്താണ് വിഷുദിന സ്പെഷ്യൽ? ഓ, കുറുമ കറി. ഇത് രസവട അല്ലല്ല, രസവട. ആ, നെയ്ച്ചോറ്. അല്ല, ഇതിന് പനീർ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പനീറാ? ആ, അത് കുറുമ. ഇത് പനീർ, നെയ്ച്ചോറ്, ബെറോട്ട. നെയ്ച്ചോറ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്താണ് ഒരു ക്യൂ? ഇത്രയും കഴിക്കണേനാണോ ഇത്രയും വലിയ ക്യൂ? ഡോക്ടർ ജയഹരി സാർ നിക്കണണ്ട, ഒരാഴ്ചയായി ഫുഡ് കഴിച്ചിട്ടെന്ന് പറഞ്ഞോണ്ട്. എന്താ സാർ ഇത്? എന്റെ അത്താഴത്തിന് സമയം കഴിഞ്ഞു സാർ. ഇത് നോൺ വെജ് അല്ല, ഇത് വെറും പ്യുവർ വെജിറ്റേറിയൻ. വിശന്നു പോയി. ഓക്കെ. ഷൺമുഖൻ ചേട്ടാ, നല്ല ഷർട്ട് ചേട്ടാ, സൂപ്പർ ഷർട്ട്. ബിജു സാർ, ബ്യൂട്ടിഫുൾ സ്മൈൽ. നമ്മുടെ തഹസിൽദാർ സാർ, ഒരു സാറിന്റെ വകയായിട്ട് എന്നാണ് ട്രീറ്റ് വരുന്നത്? പട്ടാളത്തിനത് കഴിഞ്ഞിട്ട്. അങ്കിളെ, ആ പൗടിക്കോണം. പൗടിക്കോണത്തിന്റെ പിറകിൽ ആരാ ഒളിച്ചിരിക്കണത്? കണ്ടുകൂടാ. എന്ത് പറ്റി SP? ഇടവിള കിടക്കിയേട്ടാ ഡിവറ്റ്. ഒന്നും കിട്ടിയില്ലെന്ന് SP-ക്ക്. ഒന്നും കിട്ടിയില്ല. ക്യാപ്റ്റൻ 100 രൂപ വെച്ച് ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പൈസ കണ്ടില്ലേ ആരും? മാത്യു സാറിന് ബെറോട്ട വേണോ, നെയ്ച്ചോറ് വേണോ? എല്ലാം എടുക്കും. കേണല്ലേ, കുറച്ച് കഴിക്കുക. അടുത്ത ആഴ്ച നോൺ വെജ് ഉള്ള ട്രീറ്റ് കഴിക്കേണ്ടത്. മനുട്ടി സാർ, ഈ മനുഷ്യർക്ക് ഞാനിന്ന് വിളിച്ചിട്ട് ഒറ്റയാണ് മൈൻഡ് പോലും വെക്കണില്ല. ഫുഡ് കഴിക്കാനുള്ള തിരക്കില്ല. നിങ്ങളൊക്കെ കണ്ടായിരുന്നു, എന്റെ തൊണ്ടും പോയി. ബീന ചേച്ചി ഞാൻ വിളിച്ച് മൈൻഡ് വെക്കണില്ല. റീന ചേച്ചി മൈൻഡ് വെക്കണില്ല. മാത്യു സാർ, കുശല ചേച്ചി, നിങ്ങൾക്കൊക്കെ ഒരു കോമൺ സെൻസ് ഉണ്ടോ? മെയിൽ സിംഗേഴ്സ്, ഇന്നൊരു വിഷു ആണെന്ന് അറിയാമോ? ട്രഡീഷണൽ ഡ്രസ് ഉടുക്കേണ്ട ദിവസമാണെന്ന് അറിയാമോ? സിന്ധു പറയണോ അതിന്? അല്ലേ അജിത് സാർ? അല്ലേ അജിത് സാർ? സിന്ധു പറഞ്ഞില്ല എന്ന് ട്രഡീഷണൽ ഡ്രസ് ഇടാൻ. അയ്യോ, ഇത് എപ്പോ എത്തി? എന്തിങ്ങനെ ഒളിച്ചിരിക്കണം? അവരുടെ മൂലയ്ക്ക് എറിയിക്കണത്. ഇന്നലെ രാവിലെ സിന്ധു, നീ നേരത്തെ എത്തണേ, 4:30 എത്തണേ, നമുക്ക് പ്രോഗ്രാം തുടങ്ങേണ്ടതാണ്. 4:30 ഇവിടെ എത്തി. ആളിവിടെ എത്തണത് 8:30. എന്താ മോഹൻ ചേട്ടാ ഇത്? ചേട്ടൻ എന്നെ കണ്ട? ശ്രീകാര്യത്ത് കണ്ട? എന്നിട്ടൊരു ഹാപ്പി വിഷു പറയാൻ തോന്നിയില്ലേ? ആണ് ചേട്ടൻ ജിമ്മിൽ പോയിരുന്നോ? ചേട്ടാ എത്ര മണിക്കാണ് ജിമ്മ്? എത്ര മണി തൊട്ട്? ഞങ്ങളുടെ സെക്രട്ടറിയുടെ ഒരു ജിം തുടങ്ങി. ജിമ്മിന്റെ പേരെന്താണ്? വിളയിൽ ജിം എന്നാണ്. അതായത് ലോകത്തുള്ള എല്ലാ ആധുനിക മെഷീൻസും ഒരു റൂഫിന്റെ അണ്ടറിലുള്ള ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും സ്പേഷ്യസ് ആയ ജിം എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും സ്പേഷ്യസ് ആയ ജിമ്മാണ് വിളയിൽ ജിമ്മ്. ഞാനും അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലേ? ആ, എന്റെ വിടവിള ഇത് എന്തോന്നാണ് ഇത്ര വെപ്രാളം കാണിക്കുന്നത്? ഓ അങ്ങനെ. ഓക്കെ. സോറി. വേണു സാറിന് ഫുഡേ വേണ്ടെന്നാണ്. ഒരു വക കഴിച്ചുകൂടാന്നാണ്. ജയശ്രീ, താങ്ക് യു ജയശ്രീ. ജയശ്രീ സ്വന്തം കൈകളാൽ കുക്ക് ചെയ്ത ഫുഡാണ് ഇവിടെ ഇന്ന്
സെർവ് ചെയ്തിട്ടുള്ളത്. അതായത് ഗായകർക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഫുഡ് എടുക്കാൻ പോലും ജയശ്രീയുടെ മനസ്സ് അനുവദിച്ചില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് അതിൻ്റെതായ ക്ഷീണം ജയശ്രീയുടെ മുഖത്ത് കാണാനും ഉണ്ട്. എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കിയത് സ്വന്തമായിട്ട്? ഫ്രൈഡ് റൈസ്, വെജ് കുറുമ, പിന്നെ ബെറോട്ട പുറത്ത്. പിന്നെ ഇവരൊക്കെ പറയുന്നത് പനീർ കുറുമയാണെന്ന്, പനീർ കൊണ്ടുണ്ടാക്കിയ ഫുഡാണെന്ന് പറയണത്. പനീറുണ്ടല്ലേ? പനീറുണ്ട്. പിന്നെ ഏറ്റവും നന്നായിട്ട് ജയശ്രീയോട് താങ്ക്സ് പറയുന്ന ഒരാൾക്ക് സ്പെഷ്യൽ പായസം നമ്മൾ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. രഹസ്യം പരസ്യം പോടി. നിനക്ക് എന്നത് ഓക്കെ, നിനക്ക് എന്നാ, നീ വിഷമിക്കണ്ട. ആരും മോയനോട്ടി സാറിന്റെ ചെരുപ്പ് വരെ കണ്ടുപിടിച്ചത് ഞാനല്ലേ? രവിചേട്ടാ കഴിക്കണില്ലേ? ഹാപ്പി വിഷു പറയൂ രവിചേട്ടാ. ഹലോ വിഷു ചേട്ടാ. എന്താ സദ്യക്ക് മുമ്പും പടക്ക് പോകും കേട്ടിട്ടുണ്ടോ? സദ്യക്ക് മുൻപും പടക്ക് പൊറോ എന്ന് പറഞ്ഞാ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണം. യുദ്ധം പടക്ക് ഏറ്റവും പിടകിൽ നിൽക്കണം. സദ്യക്ക് മുമ്പേ നിൽക്കണം വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ് തീരണനിപ്പ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? പിന്നെ സൈദിക്ക് തന്നെ വേണ്ടാത്ത സ്വഭാവങ്ങൾ പഠിപ്പിക്കല്ലേ? പിന്നെ രവിചേട്ടാ, ഇന്ന് നമ്മളെ പിന്നെ മാത്യു സാർ പാടിയ പാട്ട് ഏതാണെന്ന് രവിചേട്ടൻ ശ്രദ്ധിച്ചായിരുന്നു? കടഞ്ഞെടുത്തത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പാടിയെന്നൊന്ന് ചോദിച്ചു നോക്കിയാണ്. സ്ത്രീകളെ കണ്ടപ്പോ ഞാൻ വേറൊരു പാട്ട് പാടാനായിരുന്നു. അപ്പൊ ഞാൻ ഇത് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റായി. ശരിയല്ല, ഞാൻ പറഞ്ഞത് തെറ്റുമല്ലോ. പാടിപ്പോയി. എടി വരാടി, നീ എടുത്തു വെക്ക്, കഴിക്ക് കുട്ടി സാർ. അയ്യോ ക്യാപ്റ്റൻ എവിടെ? ക്യാപ്റ്റൻ എന്ത് ചെയ്തു? വെള്ളം അടിക്കാൻ പോയിരുന്നു ക്യാപ്റ്റനാ? വെള്ളം എടുക്കാൻ പോയെന്നാണ് പറഞ്ഞത് അല്ലേ സിന്ധു ചേച്ചി? ഇതാണ് ഇവിടുത്തെ ഒത്തൊരുമ, ഇതാണ് ഇവിടുത്തെ സ്നേഹം, ഇതാണ് ഇവിടുത്തെ കൂട്ടായ്മ. ജയിലില്ല, ജയിലിൽ 2 കൈ ഉണ്ടാവും വിളമ്പണത്. സുഷ സാറേ, സെക്രട്ടറി പറഞ്ഞത് ശരിയാണോ? എന്തായാലും മോഹൻ ചേട്ടൻ കൃത്യസമയത്ത് എത്തിയത് കണ്ട മോളെ. കൃത്യസമയത്ത് എത്തിയത് കണ്ടോ മോഹൻ ചേട്ടൻ? മതിയാ? നിങ്ങളല്ലേ എല്ലാവരും എടുത്തല്ല? ക്യാപ്റ്റൻ ആരെങ്കിലും തിരക്കിയായിരുന്നോ? ക്യാപ്റ്റൻ എവിടെയെന്ന് ആരെങ്കിലും തിരക്കിയായിരുന്നോ? കണ്ട, കുട്ടി സാറിന് മാത്രമാണ് എൻ്റെ അടുത്ത് സ്നേഹം ഉള്ളത്. കണ്ട, ബുഹു എവിടെ? ബുഹു ഞാൻ പറയണത്, ബുഹാരി ഹോട്ടലിൽ കയറി ഞങ്ങൾ ആഹാരം കഴിച്ചു കേട്ടാ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഷു ട്രീറ്റ്. ഞാനും ഇനി കഴിക്കാൻ വേണ്ടി രാജി എന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണം, ഞാൻ വരാത്തോണ്ട് അവൾക്ക് കഴിക്കാൻ പറ്റണില്ലെന്നും പറഞ്ഞുകൊണ്ട്. അയ്യോ ഇതെന്തോന്ന്, എൻ്റെ പാത്രം പോലും തറയിൽ പോയി. കണ്ട കണ്ട കണ്ട, ഈ കാഴ്ചകളൊക്കെ വളരെ അപൂർവമാണ്, റെയറാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. വാവ്, സൂപ്പർ, അടിപൊളി വിഷു ട്രീറ്റ്, അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഫുഡ്? സൂപ്പർ അല്ലേ? ഉണ്ടോ? ഞാൻ കഴിക്കാം സാറേ.